സീറോ ഹേറ്റേഴ്സ് ഉള്ള ഹേറ്റേഴ്സ് ആരും ഇല്ലാത്ത അപൂർവ മനുഷ്യരേ ഉള്ളൂ. അതിലൊരാളാണ് IM വിജയൻ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് ഒരു തരത്തിലും അദ്ദേഹത്തോട് ആർക്കും ശത്രുതയില്ല. ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡൗൺ ടു എർത്താണ് അദ്ദേഹം. അതായത് നമ്മൾ എപ്പോഴും IM വിജയനെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തനി തൃശ്ശൂർ സംഭാഷണ ശൈലിയാണല്ലോ. അതായത് ഇത്രയും കാലം അദ്ദേഹം ഈ കേരളത്തിൻ്റെ ആകെ സ്വത്തായിട്ട് ജീവിച്ചു. അദ്ദേഹം പക്ഷേ ഭാഷയിൽ പോലും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ പോലും ഒരു നിവർത്തലും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ എങ്ങനെ തൃശ്ശൂരിൽ വളഞ്ഞു പൊളഞ്ഞാണോ പോകുന്നത്, എന്താണോ ആ നാട്ടിലെ ഭാഷ, ആ ഭാഷ അദ്ദേഹം ഈ കേരളത്തിൻ്റെ ആകെ സ്വത്തായിരുന്നിട്ടും കേരളത്തിൽ എല്ലായിടത്തും യാത്ര ചെയ്തിട്ടും ഈ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തിട്ടും നിരവധിയായിട്ടുള്ള കേരളത്തിലെ മഹാരഥന്മാരെ എല്ലാം കണ്ടിട്ടും നമ്മളെപ്പോലുള്ള ആളുകളുടെ എല്ലാം ആരാധനയെല്ലാം വാങ്ങിയിട്ടും അദ്ദേഹം ഒരു സ്വത്തായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എവിടെയാണോ അദ്ദേഹത്തിൻ്റെ കാലുറച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ മാത്രമായിട്ട് തുടരുകയും ചെയ്തു. അത് കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്ന നാടുകളിലെ ഭാഷാ ശൈലിയൊക്കെ എത്രയൊക്കെ നിവർന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജോലിയുടെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയാണ്. പക്ഷേ എന്നാലും IM വിജയൻ്റെ നാട്ടിൽ നിന്ന് എത്ര ആളുകൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് സംസാരിക്കുന്നു. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോൾ TV യിൽ വന്ന് സംസാരിച്ചാലും നമ്മളോട് റിപ്പോർട്ടർമാരോടോ നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴും ഈ പിണറായി വിജയനെ കണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിക്കൊന്നും ഒരു മാറ്റമില്ല. അദ്ദേഹം വന്നത് എവിടെ നിന്നാണ് അദ്ദേഹം ഒരിക്കലും മറന്നിട്ടേ ഇല്ല. അദ്ദേഹം ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പേരിൽ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് പോലും എങ്ങനെയാണ് ഞാൻ വന്നത്, എങ്ങനെ പന്ത് കെട്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന സ്വന്തം പേര് മറക്കാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ആർക്കും ഹെയ്റ്റേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് അദ്ദേഹം തുടരുന്നത്. ഈ 2-3 സവിശേഷതകൾ കൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എത്രയോ വർഷം മുമ്പ് രാഷ്ട്രീയ ചായ്വ് എന്നല്ല, കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള വ്യക്തി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കരുണാകരനോട് വലിയ എതിർപ്പുള്ള, കോൺഗ്രസിനെ വലിയ ശക്തമായിട്ട് എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് പക്ഷേ അദ്ദേഹം ആ രാഷ്ട്രീയ അടുപ്പം, വ്യക്തിയോടുള്ള അടുപ്പം പറയുന്നതിൽ ഒരു വിദ്വേഷവും അദ്ദേഹത്തോടില്ല. അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും IM വിജയനെ കൊണ്ടു നടക്കും. PS സുനിൽകുമാർ ആണെങ്കിൽ അങ്ങനെ, CPMൻ്റെ നേതൃത്വമാണെങ്കിൽ അങ്ങനെ, എല്ലാവരോടും ചിരിച്ച് സന്തോഷമായിട്ട് ഇപ്പോൾ ഒടുവിൽ നമ്മൾ പിണറായി വിജയൻ്റെ കൂടെയും കണ്ടു. അപ്പോൾ സീറോ ഹേറ്റേഴ്സ് ഉള്ള, ഇപ്പോൾ സൂപ്പർ താരമാണ്, കേരളത്തിലെ നമ്പർ 1 സൂപ്പർ താരമാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. സുരേഷ് ഗോപിയോടുള്ള ചായ്വ് അതാണ് യഥാർത്ഥത്തിൽ. അതായത് BJP അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ പോലെ ലക്ഷ്യപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അത് സുരേഷ് ഗോപി നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നതുപോലെ, കേരളത്തിൻ്റെ ആകെ സ്വത്തായിരുന്നത് പോലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. ഒരുപക്ഷേ ഞാൻ കണക്കാക്കുക അതിനേക്കാളും മുകളിൽ, സിനിമാ സൂപ്പർ താരങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ടല്ലോ, പക്ഷേ അതിനേക്കാളും മുകളിൽ നമ്മുടെ ഒരു കായിക മേഖലയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ളൊരാൾ വേറെയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറോ ഹേറ്റേഴ്സാണ്, സൂപ്പർ താരമാണ്. അദ്ദേഹത്തെ നിർത്തിയാൽ സുരേഷ് ഗോപിയുടെ കൊണ്ടുവന്ന ഈ പറയുന്ന അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് BJP വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.